Good afternoon, students. അപ്പോൾ നമ്മൾ വീണ്ടും ഓൺലൈൻ ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. സിറ്റുവേഷൻസ് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് വേറെ നിവൃത്തിയില്ല. അപ്പം ഈ ഒരു ഏപ്രിൽ മെയിൽ നേരത്തെ വെക്കേഷൻ ആണ് പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പം അത് വീണ്ടും മാറ്റി ഓൺലൈൻ ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഏപ്രിൽ മെയ്യോട് കൂടി ക്ലാസ്സുകളെല്ലാം തീർക്കണം. ജൂൺ ജൂലൈയിൽ ഹോപ്പ്ഫുള്ളി നമുക്ക് ബെറ്റർ ആവുകയാണെങ്കിൽ എക്സാമുകളിൽ മാത്രമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇത്ര മാത്രം. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ദിവസം ഒരു സെമസ്റ്ററിന് നിങ്ങൾക്ക് 2 ക്ലാസ് ആണ് ഉണ്ടാവുക. മാക്സിമം 2 ക്ലാസ് അല്ലെങ്കിൽ 3 ക്ലാസ്. അപ്പോൾ ഒരു 2.5 hour മാക്സിമം. ആ സമയത്ത് നിങ്ങൾ മാക്സിമം ടൈം കൊടുത്ത് പഠിച്ച് പോവാം. കുറഞ്ഞ പോർഷൻസ് ഒക്കെ വരുള്ളൂ. അതായത് ഫുൾ ഡേ കോളേജിൽ വരുന്ന അവസ്ഥയല്ല. ലാബുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ തിയറി അല്ലെങ്കിൽ ഈ ന്യൂമറിക്കൽ ആയിട്ടുള്ള പേപ്പറുകൾ മാത്രമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് ഓൺലൈനായിട്ട്. നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തു പോയിട്ടില്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടെ എല്ലാ സെമിസ്റ്ററുകളോടും ഒരുമിച്ച് വരും. ബുദ്ധിമുട്ടാവും, വലിയ ബുദ്ധിമുട്ടാവും. അപ് ടു ഡേറ്റ് ആയിട്ട് പോവാം. നമ്മൾ ഇന്ന് തൊട്ട് നാളെ മുതൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ടൈം ടേബിൾ രാവിലെ തന്നെ തരും. നമുക്ക് ഇന്നലെ രാത്രിയാണ് ഓർഡർ വന്നത്. അപ്പോൾ അതാണ് ലേറ്റ് ആയത് ക്ലാസ് റെക്കോർഡ് ചെയ്യാനൊക്കെ. ഓക്കെ, ആക്ച്വലി ഇന്ന് S5-ന്റെ എക്സാം നടക്കേണ്ട സമയമായിരുന്നു. എനിവേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഡാംസിനെ കുറിച്ചാണ്. ഞാനിത് ബാക്കി പോർഷൻ ഓഫ്ലൈൻ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പ്രോബ്ലം, 2 പ്രോബ്ലം അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിലുമായിട്ട് ഈ ഡാമിന്റെ പോർഷൻ തീർക്കണം. ഓക്കെ, അപ്പോൾ ഡാമിന്റെ അനാലിസിസ് പാർട്ട് 2 ടൈപ്പ് പ്രോബ്ലം ആണ് ഇതിൽ വരുന്നത്. ഒന്ന് ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സുകൾ കണ്ടുപിടിക്കുക, അത് ആക്ട് ചെയ്യണ പോയിന്റ് കണ്ടുപിടിക്കുക, എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കുക, ടെൻഷൻ ഡെവലപ്പ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ബേസിന്റെ വിഡ്ത്ത് എത്രയായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ സ്ട്രെസ്സസുകൾ അല്ലെ, നമ്മൾ ഡയറക്റ്റ് സ്ട്രെസ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ് പറഞ്ഞു കോളത്തിൽ, അതേ കേസ് തന്നെ അത് എത്രയൊക്കെയാണ് ഓരോ എൻഡിലും എത്രയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ടൈപ്പ് പ്രോബ്ലം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ഡാം ആണ്. ഒരു ഡാം സ്റ്റേബിൾ ആയിരിക്കണമെങ്കിൽ അതിന് മിനിമം എത്ര ഹൈറ്റ് വേണം, എത്ര മിനിമം ബേസ് വിഡ്ത്ത് വേണം, ടോപ്പ് വിഡ്ത്ത് വേണം, തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്ത പോർഷൻ വരുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം 2 പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ട്രപ്പിസോയിഡൽ ഡാമിന്റെ ക്രോസ് സെക്ഷൻ. ഇവിടെ നിങ്ങൾക്കറിയാം അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ലോഡ് W, ഈ മാസണറി ഡാമോ കോൺക്രീറ്റ് ഡാമോ എന്തോ ആയിക്കോട്ടെ, അതിന്റെ വെയിറ്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ആക്ട് ചെയ്യുന്നു. ഇതിൽ വരുന്ന വാട്ടറിന്റെ പ്രഷർ P h/3 എന്ന ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നു. h/3 വരാൻ കാരണം വാട്ടർ പ്രഷറിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ ആണ്. ഈ ട്രയാങ്കിൾ ഷേപ്പിന്റെ സെൻട്രോയിഡ് h/3 ഫ്രം ദി ബേസ് അതിൽ ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ വെയിറ്റ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയാണ്, ഒരു ട്രപ്പിസോഡൽ ഷേപ്പ് ആണ്. അതിന്റെ x ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a² + ab + b² / 3 × a + b എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് x ബാറും കണ്ടുപിടിക്കാം. അല്ലാതെയും കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, അപ്പൊ രണ്ടിന്റെയും റിസൾട്ടന്റ് ഇങ്ങനെ ആയിരിക്കും ആക്ട് ചെയ്യുക. ഈ R എന്ന് പറയുന്നത് അത് ബേസിൽ F എന്ന പോയിന്റിൽ കട്ട് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും അത് സെന്ററിലൂടെ അല്ല പാസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിനൊരു എക്സെൻട്രിസിറ്റി ഉണ്ടാവും OF. ഈ എക്സെൻട്രിസിറ്റി കാരണം ബേസിൽ ലോഡ് ഈസ് ആക്ടിങ് അറ്റ് an eccentricity, so there will be a bending stress and direct stress. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് റിസൾട്ടന്റ് സ്ട്രെസ് വിൽ ബി √of P² + W². ഓക്കെ, then eccentricity will be equal to PH/3W + x bar - B/2. PH/3W + x bar - B/2. അതായത് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് OF ആണ്. OF എന്ന് പറയുന്നത് DF - DO ആണ് അല്ലെ. DF - DO. DF - DO എന്ന് പറയുന്നതിൽ ഇതില്
ഈ PH/3W പ്ലസ് എക്സ് ബാർ എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DF ആണ് അല്ലെ, DF ആണ്. PH എക്സ് ബാർ എന്ന് പറയുന്നത് ഇതും ബാക്കി EF, PH/3W എന്ന് പറയുന്നത് EF. സോ പ്ലസ് എക്സ് ബാർ മൈനസ് B/2 ആണ് എക്സെൻട്രിസിറ്റി വരിക. ഇനി സ്ട്രെസ്സസ് അറ്റ് ദ ബേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു യൂണിറ്റ് വിഡ്ത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂണിറ്റ് ലെങ്ത്തിൽ. സോ maximum stress will be W/B plus 6WE/B square and minimum stress will be W/B minus 6WE/B square. ഇതാണ് ഇതിൽ വരാനുള്ളത്. ഇതിൽ മാക്സിമം സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് വിൽ ബി അറ്റ് ദ പോയിന്റ് ഹീൽ ഓഫ് ദി സെക്ഷൻ ആൻഡ് ടോയിൽ ആയിരിക്കും എന്ത് ടെൻസൈലോ അല്ലെങ്കിൽ കംപ്രസീവോ മിനിമം സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഈ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ഈ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു B/6. ഇത്രയും മേജർ ആയിട്ടുള്ള ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ റിവൈസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം കൂടെ ചെയ്തു, അതുപോലെ തന്നെ സെയിം ഒരു പ്രോബ്ലം ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. A concrete dam of trapezoidal section having vertical water face 16 meter height. The width of the dam is 8 meter at the base and 3 meter at the top. Compute the resultant pressure on the base per meter length, intensity of stresses at the base of the dam, stress distribution along the base of the dam. പറഞ്ഞിട്ടുള്ളത് ട്രപ്പിസോയിഡൽ സെക്ഷൻ ആണ്. വാട്ടർ ഫേസിന്റെ അതിന്റെ വെർട്ടിക്കൽ ഫേസിന്റെ ടോട്ടൽ ഹൈറ്റ്, ട്രപ്പിസോയിഡൽ ഡാമിന്റെ ടോട്ടൽ ഹൈറ്റ് 16 മീറ്റർ ആണ്. ടോപ്പ് വിഡ്ത്ത് 3 മീറ്ററും ബോട്ടം വിഡ്ത്ത് അല്ലെങ്കിൽ ബേസ് വിഡ്ത്ത് 8 മീറ്ററുമാണ്. കണ്ടുപിടിക്കാൻ പറഞ്ഞത് റിസൾട്ടന്റ് പ്രഷർ ഉണ്ട്, ഇന്റൻസിറ്റീസ് ഓഫ് സ്ട്രെസ്സസ്, എക്സെൻട്രിസിറ്റി കാരണം ഉണ്ടാകുന്ന രണ്ട് എൻഡിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഇന്റൻസിറ്റി, അതായത് W/B പ്ലസ് 6WE/B സ്ക്വയർ എന്ന് പറയുന്നതും പ്ലസ് മൈനസ് 6WE/B സ്ക്വയറും, പിന്നെ അതിന്റെ ഡയഗ്രമാറ്റിക് ആയിട്ട് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാനുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സ്പെസിഫിക് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് ഈസ് 25 kilonewton per meter cube and specific weight of water is 9.81 kilonewton per meter cube. Water level coincides with the top of the dam. വാട്ടർ ലെവൽ coincides with the top of the dam എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡാമിന്റെ ഹൈറ്റ് ഫുൾ ആണ്. ഓക്കെ, ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ഫുൾ ഹൈറ്റിൽ വെള്ളം ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് ഗിവൺ ഡാറ്റാസ് നോക്കാം. H എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ഡാം, ഇറ്റ് ഈസ് 16 മീറ്റർ. ടോപ്പ് വിഡ്ത്ത് A equal to 3 meter, ബോട്ടം വിഡ്ത്ത് B equal to 8 meter and height of water is 16 meter. അത് ഫുൾ ഹൈറ്റിൽ വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് W കണ്ടുപിടിക്കണം, P കണ്ടുപിടിക്കണം, റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ W ഈസ് വെയിറ്റ് ഓഫ് ദ ഡാം പെർ യൂണിറ്റ് ലെങ്ത്. നമ്മൾ ഈ ഒരു ലെങ്ത് വൈസ് 1 മീറ്റർ ആണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക. ഇങ്ങോട്ടുള്ള ഡാമിന്റെ ലെങ്ത് വൈസ് നമ്മൾ 1 മീറ്റർ ആണ് എപ്പോഴും കൺസിഡർ ചെയ്യുക അല്ലെ, ഇങ്ങനെ 1 മീറ്റർ. ഓക്കെ, സോ സ്പെസിഫിക് വെയിറ്റിന്റെ വോളിയം നമ്മൾ അതിന് യൂണിറ്റ് വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ വെയിറ്റ് കിട്ടണമെങ്കിൽ അതിന്റെ വോളിയം കൊണ്ട് ഇൻറ്റു ചെയ്യും അല്ലെ. സോ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് 25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺക്രീറ്റ് ഡാം ആണ്, സോ 25 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, 25 ഇൻറ്റു വോളിയം. വോളിയം എന്ന് പറയുമ്പോൾ ഈ ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലെ, ഏരിയ ഇൻറ്റു ലെങ്ത്. ഏരിയ എന്ന് പറയുന്നത് ആവറേജ് ഓഫ് ടോപ്പ് ആൻഡ് ബോട്ടം വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. സോ 8 + 3 divided by 2 into 16 into 1. Okay, that will be equal to 2200 kilonewton. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. The pressure of water per unit length, അത് നമുക്കറിയാം, ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഗാമ h²/2 ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഗാമ h/2 into h into 1, that will be equal to 1255.68 kilonewton. So resultant pressure will be root of p² plus w², that will be equal to root of 2200 square plus 1255.68 square, that will be equal to 2533.13 kilonewton. So resultant pressure നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. റിസൾട്ടന്റ് പ്രഷർ അല്ലെങ്കിൽ ത്രസ്റ്റ് എന്നും പറയും. ഓക്കെ, ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് തന്നെയാണ് മീനിങ്, പ്രഷർ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, കംപ്രസീവ് സ്ട്രെസ്സുകൾ കാരണം ഉണ്ടാകുന്ന പ്രഷറിനെയാണ് നോർമലി ത്രസ്റ്റ് എന്ന രീതിയിൽ പറയാം. ഓക്കെ, 2533.13 kilonewton. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇന്റൻസിറ്റീസ് ഓഫ് സ്ട്രെസ്സസ് അറ്റ് ദ ബേസ് ഓഫ് ദ ഡാം ആണ്. എഫ് മാക്സും എഫ് മിനിമം. ബേസ് ഓഫ് ദ ഡാമിൽ ഉണ്ടാകുന്ന മിനിമം ആൻഡ് മാക്സിമം സ്ട്രെസ്. നമുക്ക് ഇക്വേഷൻ നോക്കാം.
F max will be equal to W by B plus 6W by B square. F minimum will be equal to W by B minus 6WE by B square. നിങ്ങൾ ഇത് പ്രോബ്ലം പേപ്പർ ആണ്. ഒരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് വെച്ച് പറയാണ്, പ്രോബ്ലം പേപ്പർ ആണ്. വീഡിയോ കാണുന്ന സമയത്ത് ഡൗട്ടുകൾ വരികയാണെങ്കിൽ നിങ്ങൾ നേരത്തെ നോട്ട് എഴുതിയിട്ടുണ്ടാവും. വീഡിയോ പൗസ് ചെയ്യുക, നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മൾ ഇത് വൺ സൈഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നിങ്ങളെ ഫീഡ്ബാക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോകാനേ നിവൃത്തിയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ വീഡിയോ പൗസ് ചെയ്യുക, ജസ്റ്റ് ബാക്കോട്ട് നോക്കാം. ഓക്കെ, എഫ് മാക്സ് ഈക്വൽ W by B plus 6WE by B square, എഫ് മിനിമം ഈക്വൽ W by B minus 6WE by B square. അപ്പൊ നമുക്ക് ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. W നമുക്കറിയാം, ബോട്ടം വിഡ്ത്ത് അറിയാം, എല്ലാം അറിയാം. ഇവിടെ നമുക്ക് കിട്ടേണ്ട സാധനം എക്സെൻട്രിസിറ്റി ആണ്. ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഫസ്റ്റ് ചോദിച്ചത് റിസൾട്ടന്റ് പ്രഷർ കണ്ടുപിടിക്കാനും ദെൻ അടുത്ത ചോദ്യം റിസൾട്ടന്റ് കട്ട് ചെയ്യുന്ന പോയിന്റ് എവിടെയെന്ന് പറയാനായിരുന്നു. റിസൾട്ടന്റ് ബേസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ അത് ചോദിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് അത് കണ്ടുപിടിക്കണം. എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് OF ആണ്. OF അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? DF-ൽ നിന്ന് DO കുറക്കാൻ നമുക്ക് നിവൃത്തിയുള്ളൂ. അപ്പൊ DF ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് TO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B/2 കുറക്കും. ഓക്കെ, അപ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് ആ റിസൾട്ടന്റ് കട്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാതെ നമുക്ക് എക്സെൻട്രിസിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. സോറി, നമുക്ക് എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എക്സെൻട്രിസിറ്റി കണ്ടുപിടിച്ചെങ്കിലേ നമുക്ക് ഇന്റൻസിറ്റീസ് ഓഫ് സ്ട്രെസ്സസ് കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാം. We have to find eccentricity. For that we have to find the point where resultant pressure cut the base. Okay, നമ്മുടെ ഫിഗറിൽ നിന്ന് മനസ്സിലാവാതെ DF എന്ന് പറയുന്ന പോയിന്റ് അല്ലെ, ഹീൽ പോയിന്റിൽ നിന്നും ഡിസ്റ്റൻസ് DF. ഓക്കെ, so DF will be equal to DE plus EF. DE plus EF, that will be DE plus EF. DE എന്ന് പറയുന്നത് x bar ആണ്. EF നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയിന്റ് മൊമെന്റ് അബൌട്ട് F പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ EF ഉം കിട്ടും. ഓക്കെ, ആദ്യം x bar കണ്ടുപിടിക്കുക. നമുക്കറിയാം ഇതൊരു ട്രപ്പിസോഡൽ ഷേപ്പ് ആണ്. ടോപ്പ് വിഡ്ത്ത് 3 മീറ്ററും ബോട്ടം വിഡ്ത്ത് 8 മീറ്ററും. നമ്മൾ അതിനെ ഒരു റെക്ടാംഗുലർ ഒരു ട്രയാംഗിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ബോട്ടം വിഡ്ത്ത് 3 + 5 അല്ലേ, ഒരു 3 × 16 റെക്ടാംഗിളും 5 മീറ്റർ ബേസ് വിഡ്ത്തും ഹൈറ്റ് 16 മീറ്റർ ഉള്ള ഒരു ട്രയാംഗിളും കിട്ടി. ഈ ഒരു കോമ്പോസിറ്റ് സെക്ഷന്റെ സെന്ററോയിഡ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ x bar equal to a square plus ab plus b square divided by 3 into a plus b എന്ന് പറയുന്ന ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് റെക്ടാംഗിളും ട്രയാംഗിളും ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ ചെയ്യാം? a1x1 plus a2x2 divided by a1 plus a2. a1 a2 എന്ന് പറയുന്നത് ഓരോ നമ്മൾ പാർട്ട് ആക്കിയ ഓരോ ഷേപ്പിന്റെയും ഏരിയ. x1 എന്ന് പറയുന്നത് ഒരു കോമൺ പോയിന്റിൽ നിന്നും ഈ രണ്ട് ഷേപ്പിലേക്കുള്ള x1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഷേപ്പിലോട്ടുള്ള ഫസ്റ്റ് ഷേപ്പിന്റെ സെൻട്രോയിഡിലോട്ടുള്ള ഡിസ്റ്റൻസ്, x ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ്. x2 എന്ന് പറയുന്നത് സെക്കൻഡ് ഷേപ്പിലോട്ട് അല്ലെ, സെക്കൻഡ് ആയിട്ടുള്ള നമ്മൾ സെക്കൻഡ് ഇതിവിടെ ഇപ്പോ ഇത് ഫസ്റ്റും ഇത് സെക്കൻഡും ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ട്രയാംഗിൾ സെക്കൻഡ്. അപ്പോൾ ഇതിന്റെ സെൻട്രോയിഡ് ഇവിടെ ആണെങ്കിൽ അതിൽ നിന്ന് ഒരു കോമൺ പോയിന്റ്, നമ്മൾ നോർമലി ഈ വെർട്ടിക്കൽ ഫേസ് ആണ് എടുക്കുക, ആ കോമൺ പോയിന്റ് എന്നുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് a1x1 നോക്കാം. a1 എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ട്രയാംഗിൾ, സോറി റെക്ടാംഗിൾ ആണ്. സോ 16 × 3 ആണ് അതിന്റെ ഏരിയ അല്ലെ. ഈ റെക്ടാംഗിളിന്റെ ഏരിയ 16 × 3. അതിന്റെ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് അലോങ് ദ x ആക്സിസ്, ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആയിരിക്കും. അവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 3ന്റെ പകുതി 1.5, ഈ ഡിസ്റ്റൻസ് 16ന്റെ പകുതി 8 ആയിരിക്കും. നമുക്ക് x ഡിസ്റ്റൻസ് ആണ് കിട്ടേണ്ടത്. സോ 1.5. ഓക്കെ, x1 is 1.5 പ്ലസ് a2 എന്ന് പറയുന്നത് ഈ ട്രയാംഗുലർ പോർഷന്റെ ഏരിയ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസിന്റെ ഹൈറ്റ് അല്ലെ, ഹാഫ് ഇൻറ്റു 5 × 16. മാത്രമല്ല അതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? h/3 and b/3 അല്ലെ, 5/3 ഇങ്ങോട്ടും h/3 ഇങ്ങോട്ടും. ഓക്കെ, നമുക്ക് കിട്ടേണ്ടത് ഒരു കോമൺ പോയിന്റ് എന്നുള്ള ദൂരമാണ്, ഈ പോയിന്റ് എന്നുള്ള ദൂരമാണ്. സോ 3 + 5/3 divided by a1 plus a2. a1 എന്ന് പറയുന്നത് 16 × 3 plus half × 5 × 16. that will be equal to 2.939 meter. x bar നമുക്ക് 2.939 meter കിട്ടി. ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എഫ്. ഇത് എപ്പോഴും ഈ ഡയഗ്രാം ട്രപ്പിസോയിഡ് സെക്ഷന്റെ ഈ ഡയഗ്രാം ഓർത്തു കഴിഞ്ഞാൽ മൊമെന്റ് എടുക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, W × EF equal to P × h/3. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ EF equal to PH/3W എന്ന് ഡയറക്റ്റ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യുകയും ചെയ്യാം.
ഓക്കെ, എപ്പോഴും നമ്മൾ എടുക്കുന്ന ഡയഗ്രം ആണ്. ഇനി ട്രപ്പസോയിഡൽ വരുന്ന കേസിൽ റെക്ടാങ്കിൾ ആണ് ഷേപ്പ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി സിമ്പിൾ ആവും. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലം അങ്ങനെ ചെയ്യാം. PH by 3W. PH by 3W. P will be equal to നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 1255.68 into 16. 16 എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റ് അല്ലേ. 3W. W is 2200. So EF will be equal to 3.044 meter. നമുക്ക് DF കിട്ടണം അല്ലേ. DF എന്ന് പറഞ്ഞാൽ DE plus EF, അതായത് X bar plus EF, that is will be equal to 2.939 plus 3.044, that will be equal to 5.983. അതായത് ഈ 6 ആക്ട് ചെയ്യണ പോയിന്റ്, ഈ 6 ബേസിൽ കട്ട് ചെയ്യണ പോയിന്റ് എന്ന് പറയുന്നത് ഡിയിൽ നിന്നും 5.983 മീറ്റർ അകലെയാണ്. ഓക്കെ, സോ എക്സെൻട്രിസിറ്റി വിൽ ബി ഈക്വൽ ടു 5.983 മൈനസ് പി ബൈ 2. സോ 5.9, അതായത് ഈ ഡിസ്റ്റൻസ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് OF ആണ്. OF വിൽ ബി ഈക്വൽ ടു DF മൈനസ് DO. ദാറ്റ് വിൽ DO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബേസിന്റെ പകുതിയാണ്, സെൻട്രലാണ്, സെൻട്രൽ പോയിന്റ് ആണ് ഈ O എന്ന് പറയുന്നത്. ഓക്കെ, സോ 5.983 മൈനസ് 8/2, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1.983 മീറ്റർ. 1.983 ആണ് എക്സെൻട്രിസിറ്റി. ഇനി എന്താണ്, ഡയറക്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. F max will be equal to capital W by B plus 6WE by B square. Okay, that will be equal to 2200 divided by 8 plus 6 into 2200 into 1.983 divided by 8 square. That will be equal to 684 kilonewton per meter square. ഇവിടെ റിസൾട്ട് കിട്ടിയത് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്കറിയാം അത് കംപ്രസീവ് ആണ്. നമ്മൾ പോസിറ്റീവ് ആണ് കംപ്രസീവ് ആയിട്ട് എടുത്തത്. W by B എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്ട്രെസ് ആണ്, അത് കംപ്രസീവ് ആണ്, അത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തത്. സോ നെറ്റ് സ്ട്രെസ് പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ കംപ്രസീവ് ആണ്. ഇത് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്, ഇറ്റ് വിൽ ബി ഓൺ ദി compressive stress will be on the heel portion. Okay, നമുക്ക് നോക്കാം. ഓക്കെ, ഹീൽ പോർഷനിലാണ് വരുന്നത്. ഇനി F minimum. F minimum will be equal to W by B minus 6WE by B square. ജസ്റ്റ് നേരത്തെ ചെയ്തതിന്റെ നെഗറ്റീവ്. നമുക്ക് ആൻസർ കിട്ടുന്നത് മൈനസ് ആയിട്ടാണ്. സോ ദാറ്റ് ഇസ് ടെൻസൈൽ ഇൻ നേച്ചർ അല്ലെ, ടെൻസൈൽ ഇൻ നേച്ചർ. സോ ദാറ്റ് ഇസ് മൈനസ് 134 kilonewton per meter square. ഓക്കെ ആണോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് മൈനസ് 134 ആണ്. അതിനർത്ഥം നമുക്ക് ടെൻസൈൽ ആണ് ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അലോങ് ദ ബേസ് ഓഫ് ദ ഡാം. ബേസ് ഓഫ് ദ ഡാമിൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരു എൻഡിലുള്ളതും മറ്റേ എൻഡിലുള്ളതും കിട്ടി, നമ്മൾ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു മാത്രം. അപ്പോൾ ഏറ്റവും കംപ്രസീവ് നമ്മളെ സെൻട്രലിൽ നിന്നും നമ്മൾ കോളം ചെയ്ത അതേ കേസ് തന്നെയാണ്. ഇവിടെ നോക്കിയാൽ അറിയാം സെൻട്രൽ പോയിന്റ് ഇതാണ്, അതിന്റെ റൈറ്റ് സൈഡിലാണ് എന്ത് ചെയ്യുന്നത്, ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ഈ സൈഡാണ്, ഇങ്ങോട്ടാണ് ഇത് ബെൻഡ് ചെയ്യുക അല്ലെ. ഈ സൈഡ് ആയിരിക്കും കംപ്രസീവ്, ഈ സൈഡ് ടെൻസൈൽ ആയിരിക്കും. ഓക്കെ, നെറ്റ് കംപ്രസീവ് ആക്ട് ചെയ്യുന്നത് ടോപ്പ് പോർഷനിലും ടെൻഷൻ ആക്ട് ചെയ്യുന്നത് ഹീൽ പോർഷനിലായിരിക്കും. എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുക. റെപ്രസെന്റ് ചെയ്യുമ്പോൾ വാല്യൂസ് ഇവിടെ നമ്മൾ കൊടുക്കണം. 684 134, അതുപോലെ തന്നെ ബേസ് വിഡ്ത്ത് 8 മീറ്ററും കാണിക്കും. ഓക്കെ, കാരണം ബേസിലെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ ട്രാപ്പിസോയിഡൽ സെക്ഷൻ ആയതുകൊണ്ട് ബേസിൽ നിന്ന് ടോപ്പിലേക്ക് പോകുന്തോറും ഡിസ്ട്രിബ്യൂഷന്റെ വാല്യൂസ് മാറും. ഓക്കെ, വിഡ്ത്ത് മാറുന്നത് കൊണ്ട് തന്നെ വാല്യൂസ് മാറും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്, സ്ഥിരമായിട്ട് ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വരാം. ഇതിൽ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്യാം. എന്നാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. ഒന്നല്ലെങ്കിൽ എക്സെൻട്രിസിറ്റി മാത്രം ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്തൊരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു ഡാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. റെക്ടാങ്കുലർ ഡാം ആകുമ്പോൾ നമ്മൾക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനൊക്കെ ഈസിയാണ്. അപ്പോൾ ഒന്നുകൂടി ഈസി ആവും കാര്യങ്ങൾ. Rectangular masonry dam having water on the vertical face is 5 meter height and 2.5 meter wide. The resultant thrust on the base per meter length ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the point where resultant cut the base, ബേസിൽ എവിടെയാണ് കട്ട് ചെയ്യുന്നത്,
ഇന്റൻസിറ്റീസ് ഓഫ് മാക്സിമം ആൻഡ് മിനിമം പ്രഷർ അക്രോസ് ദ സെക്ഷൻ. അക്രോസ് ദ സെക്ഷനിൽ ഉണ്ടാകുന്ന മാക്സിമം ആൻഡ് മിനിമം. കാരണം ഇവിടെ അക്രോസ് ദ സെക്ഷൻ എന്ന് പറയാൻ കാരണം റെക്ടാങ്കുലർ ആണ്. ബേസ് ആയാലും ടോപ്പ് ആയാലും ബോട്ടം ആയാലും എവിടെയാണെങ്കിലും എന്താണ് നമുക്ക് ഒരേ ക്രോസ് സെക്ഷൻ ആണ് വേരിയേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ബേസിലുള്ളതാണ് ചോദിച്ചത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ബേസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. Specific weight of masonry is 20 kilonewton per meter cube and specific weight of water is 10 kilonewton per meter cube. Water level coincides with the top of the tank. ചില ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഈ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ തന്നിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 10 കിലോമീറ്റർ പെർ മീറ്റർ ക്യൂബ് എടുക്കാം, അല്ലെങ്കിൽ 9.81 എടുക്കാം. 10 എടുക്കുന്നതാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനൊക്കെ കൂടുതൽ എളുപ്പം. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിലും വാട്ടറിൻ്റെത് നമുക്ക് നോൺ ആണ് 10 കിലോമീറ്റർ പെർ മീറ്റർ ക്യൂബ്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. റെക്ടാങ്കുലർ ആകുമ്പോൾ ഇതാണ് ഷേപ്പ് അല്ലെ. റെക്ടാങ്കുലർ ആകുമ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം എടുത്തൊന്നുമില്ല, എല്ലാം ഒരേ വിഡ്ത്താണ്. സോ H ഈക്വൽ ടു ഇവിടെ പറഞ്ഞിട്ടുണ്ട് വാട്ടർ ലെവൽ കോയിൻസൈഡ്സ് വിത്ത് ദ ടോപ്പ് ഓഫ് ദി ഡാം. വാട്ടർ ഫുൾ ഹൈറ്റിലാണ് ഉള്ളത്. ഓക്കെ. ക്യാപിറ്റൽ H ഈക്വൽ ടു 5 മീറ്റർ, A ഈക്വൽ ടു B ഈക്വൽ 2.5. ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണ്, റെക്ടാങ്കുലർ ആണ്. ഓക്കെ. വാട്ടറിന്റെ ഹൈറ്റും 5 മീറ്റർ തന്നെയാണ്. സോ വെയിറ്റ് ഓഫ് ദ ഡാം പെർ യൂണിറ്റ് ലെങ്ത്. വെയിറ്റ് ഓഫ് ദ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു വോളിയം അല്ലെ. വോളിയം എന്ന് പറയുമ്പോൾ ഇതിന്റെ വോളിയം എന്ത് വരും? ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ലെങ്ത് അല്ലെ. സോ സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വോളിയം. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് 20 ആണ്, കാരണം മാസണറി ആണ്, കോൺക്രീറ്റ് അല്ല. അപ്പൊ കുറച്ച് യൂണിറ്റ് വെയിറ്റ് കുറവായിരിക്കും. സോ 20 ഇൻറ്റു 2.5 ഇൻറ്റു 5, അതായത് ഇതിന്റെ ഏരിയ ഇൻറ്റു 1. ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ നമ്മൾ 1 മീറ്റർ ലെങ്ത്തിലാണ് എടുക്കുന്നത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 250 കിലോ ന്യൂട്ടൺ. ഇനി പ്രഷർ ഓഫ് വാട്ടർ പെർ യൂണിറ്റ് ലെങ്ത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു P ഈക്വൽ ടു ഗാമ H സ്ക്വയർ ബൈ 2. നമുക്ക് ഏത് ഷേപ്പ് ആയിക്കോട്ടെ വാട്ടർ പ്രഷറിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ട്രയാങ്കുലർ ആയിരിക്കും. അത് വാട്ടറിന്റെ സർഫസിൽ നമ്മൾ 0യും താഴത്തോട്ട് പോകുന്തോറും റോ GH അല്ലെങ്കിൽ ഗാമ H ആണ് ഓരോ ലെവലിലും ഉണ്ടാവുക. അപ്പൊ അത് ലീനിയർ ആയിട്ട് വേരി ചെയ്ത് ട്രയാങ്കുലർ പോർഷൻ ആണ് അതിന്റെ വേരിയേഷൻ ഉണ്ടാവുക. അപ്പൊ ഗാമ H സ്ക്വയർ ബൈ 2 തന്നെയാണ് അതിന്റെ ടോട്ടൽ പ്രഷർ വരിക. ഓക്കെ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 10 ഇൻറ്റു 5 സ്ക്വയർ ബൈ 2, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 125 കിലോ ന്യൂട്ടൺ. റിസൽട്ടന്റ് പ്രഷർ ഓൺ ദ ബേസ് പെർ മീറ്റർ ലെങ്ത് എത്രയായിരിക്കും? R ഈക്വൽ റൂട്ട് ഓഫ് P സ്ക്വയർ പ്ലസ് W സ്ക്വയർ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു root of 250 square plus 125 square, that will be equal to 279.51 kilonewton. The point where resultant cut the base ആണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ്? നമ്മൾ ഇതുവരെ ചെയ്തൊക്കെ ഒരുപോലെ തന്നെയാണ്. പോയിന്റ് വേർ റിസൾട്ടന്റ് കട്ട് ദ ബേസ്. ഈ ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ DF അല്ലെ. DF കണ്ടുപിടിക്കാൻ ഈസിയാണ്. നമുക്ക് എന്താ കണ്ടുപിടിച്ചാൽ മതി? ഈ DF വിൽ ബി ഈക്വൽ ടു X ബാർ പ്ലസ് OF. OF കണ്ടുപിടിക്കാൻ നമുക്ക് മൊമെന്റ് അബൌട്ട് F എടുത്താലും മതി. ഓക്കെ. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, X ബാർ കണ്ടുപിടിക്കാൻ ഈസിയാണ്, കാരണം ഒരു റെക്ടാങ്കുലർ പോർഷൻ ആണ്. X ബാർ വിൽ ബി ഈക്വൽ ടു ഈ 2.5ന്റെ പകുതി ആയിരിക്കും അല്ലെ. ഓക്കെ. DF ഈക്വൽ ടു DO പ്ലസ് OF. DO എന്ന് പറയുന്നത് X ബാർ ആണ്, OF ആണ് കിട്ടേണ്ടത്. OF എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് F. W into OF will be equal to P into H by 3. So OF equal to PH by 3W. That will be equal to P 125 into 5 divided by 3 into 250. That will be equal to 0.833 meter. Okay. So DF will be equal to 1.25 plus 0.833. DF എങ്ങനെയാണ് 1.25 ഇവിടെ വന്നത്? 1.25 എന്ന് പറഞ്ഞാൽ X ബാർ ആണ്. അതായത് ഇതിന്റെ റെക്ടാങ്കുലർ സെക്ഷൻ ആയതുകൊണ്ട് X ബാർ ഈസി ആണ്. ഓക്കെ. നമ്മൾ വിഡ്ത്തിന്റെ പകുതി. ഓക്കെ. 2.5ന്റെ പകുതി 1.25 plus 0.833. That will be equal to 2.083 meter. ക്വസ്റ്റ്യൻ എന്താണ്? റിസൾട്ടന്റ് R ബേസിൽ എവിടെ കട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പോയിന്റ് പറഞ്ഞു കൊടുക്കണം. റിസൾട്ടന്റ് കട്ട്സ് അറ്റ് ദ ബേസ് അറ്റ് 2.083 മീറ്റർ ഫ്രം ദ ഹീൽ. ഹീൽ പോർഷൻ എന്ന് പറയുന്നത് ഡിയിലാണ് അല്ലെ. ഹീലിൽ നിന്നും 2.083 മീറ്റർ ഡിസ്റ്റൻസിലാണ് റിസൾട്ടന്റ് R കട്ട് ചെയ്യുന്നത്, ബേസിൽ കട്ട് ചെയ്യുന്നത്. അടുത്തെന്താണ്? Intensities of stresses at the base of the dam. That will be equal to W by B plus 6WE by B square. F minimum equal to W by B minus 6WE by B square. Eccentricity എന്ന് പറയുന്നത് എന്താണ്? OF ആണ് അല്ലെ. That will be OF നമുക്ക് കിട്ടി 0.833. So നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 250 by 2.5 plus 6 into 250 into 0.833 divided by 2.5 square. That will be equal to 299.92 kilonewton per meter square. That will be compressive in nature. Positive ആയത് കാരണം F minimum will be equal to W by B minus 6W by B square.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് -99.92 കിലോമീറ്റർ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ടെൻസൈലായിരിക്കും നാച്ചുറൽ. ഇനി ഇവിടെ വേരിയേഷൻ ഡയഗ്രാം ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ ഏറ്റവും നല്ലത് നിങ്ങൾ അത് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഡയഗ്രാം കൂടി വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, റെക്ടാങ്കുലർ ആയി മാറിയെന്ന് മാത്രം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അറ്റ് പ്രസന്റ് നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. ഇത് പ്രോബ്ലം പേപ്പർ ആണ്, ചെയ്ത് നോക്കാണ്ട് വേറെ നിവൃത്തിയില്ല. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ റഫ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, വീണ്ടും റിവൈസ് ചെയ്ത് വീഡിയോ കാണുക, അല്ലെങ്കിൽ നോട്ട് നോക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും പോയിന്റിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മൊമെന്റ് എടുക്കുന്നിടത്തോ അല്ലെങ്കിൽ എക്സ് ബാർ കണ്ടുപിടിക്കുന്നിടത്തോ എന്തെങ്കിലും പോയിന്റിൽ ആ പോയിന്റ് എങ്ങനെ വന്നു അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് എങ്ങനെ വന്നു എന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങൾക്ക് റിപ്ലൈ തന്നായിരിക്കും. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു 2 ക്ലാസ് കൊണ്ട് മാക്സിമം ഡാംസ് തീർക്കണം. ഓക്കെ, ഡാംസ് ഇനി സ്റ്റെബിലിറ്റി ഓഫ് ഡാം ആണ് വരുന്നത്. അതിന് മുന്നേ കുറച്ച് ടൈപ്പ് പ്രോബ്ലം കൂടി ചെയ്യാം. ഓക്കെ, അതിൽ കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടേണിംഗ് വാളിലോട്ട് കിടക്കണം. റിട്ടേണിംഗ് വാൾ ആണ് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഒരു അസൈൻമെന്റ് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുക. സെയിം നമ്മൾ ചെയ്ത ടൈപ്പ് പ്രോബ്ലം തന്നെയാണ്. ഇത് നിങ്ങൾ നോട്ടിൽ ചെയ്ത് വെക്കുക. ഇത് സ്വയം ചെയ്യാൻ ശ്രമിക്കുക. കോപ്പി ചെയ്ത് നിങ്ങൾ സ്വയം ചെയ്യുക. ഇത് നിങ്ങൾ എത്ര തന്നെ ഇനിയിപ്പോ വൺസ് എ വൈൽ നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ കൂടി ഈ പറഞ്ഞ എത്രയും വലിയ കാര്യങ്ങൾ നമുക്ക് ഒരു 2 അവർ 3 അവർ അല്ലെങ്കിൽ മാക്സിമം ഒരു 4 അവർ ഒക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനകത്ത് പറഞ്ഞു തീർക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. നമുക്ക് വേണമെങ്കിൽ അതിന്റെ തിയറി പോർഷൻസ് അല്ലെങ്കിൽ ഇക്വേഷൻസ് പറഞ്ഞു പോകാം, പക്ഷെ പ്രോബ്ലം ചെയ്ത് ക്ലാസ്സിൽ നോക്കൽ വളരെ ഡിഫിക്കൽട്ട് ആണ്. ഇനിയിപ്പോ എത്രത്തോളം ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാകുമെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് മാക്സിമം ചെയ്ത് നോക്കുക. പ്രോബ്ലം പേപ്പർ ആണ്, വീണ്ടും വീണ്ടും പറയണു, ചെയ്ത് നോക്കാണ്ടായി കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു മായ മാത്രമേ, ഒന്നും ഒരു ഐഡിയയും കിട്ടില്ല. ഓക്കെ, അപ്പൊ സ്വയം ചെയ്ത് നോക്കാതെ ഇത് ഭയങ്കര റിസ്ക് ആയിരുന്നു. ചെയ്ത് നോക്കുന്നവർക്ക് വളരെ ഈസി ആയി. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഈ ഒരു പ്രോബ്ലം നോട്ടിൽ എഴുതുക, ചെയ്യുക. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ ഇപ്പൊ തന്നെ ചെയ്തു പോവാം. എ masonry dam 8 meter height and 1.5 meter wide at the top and 5 meter wide at the base retains water to a depth of 7.5 meter. The water phase of the dam is vertical. Find the maximum and minimum stress intensities at the base. അല്ലേ, 8 meter ഹൈറ്റ് ഉള്ള ഒരു ഡാം, അതിലെ ടോപ്പ് വിഡ്ത്ത് 1.5, ബോട്ടം വിഡ്ത്ത് 5 ആണ്. അതിൽ 7.5 മീറ്റർ വരെ വെള്ളമുണ്ട്. ഓക്കെ, ഇത് ചോദിച്ചെന്താണ് മാക്സിമം ആൻഡ് മിനിമം ഇന്റൻസിറ്റീസ് ഓഫ് ദ സ്ട്രെസ് അറ്റ് ദ ബേസ് ആണ് ചോദിച്ചത്, 6. അപ്പൊ W/B പ്ലസ് 6WE/B². അപ്പൊ W കണ്ടുപിടിക്കുക. എന്നിട്ട് അടുത്തത് എന്താണ്, എക്സെൻട്രിസിറ്റി കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കുക. റിസൾട്ടന്റ് കാണേണ്ട ആവശ്യം ഇവിടെ ഇല്ല. എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കുക. W/B പ്ലസ് 6WE/B², W/B മൈനസ് 6WE/B² ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ. ഓക്കെ, ചെയ്യാം. എനിവേ, താങ്ക് യു.